ജോർജിൻ്റെയും ഷോണിൻ്റെയും പരാതി എന്താ? നിങ്ങൾ തലേ ദിവസം ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുതെന്ന് വിളിച്ചു പറഞ്ഞു. കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ചു പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ്. ജോർജ് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വിളിച്ച് കന്യാസ്ത്രീ മഠങ്ങളിൽ പറയുന്നു ജോർജിന് വോട്ട് ചെയ്യരുത്. കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ജോർജിന് ഫോൺ വരുന്നു, തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഇതാണ് ജോർജ് വെളിപ്പെടുത്തിയ സംഭവം. ജോർജ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായത് ജോർജിനെയും ഷോണിനെയും ചൊല്ലിയാണ്. ഇത് സോൾവ് ചെയ്യാനും ആ രണ്ട് പേര് വിചാരിച്ച് നടക്കും. മറ്റ് BJPക്കാർ അനാവശ്യമായിട്ട് അഭിപ്രായം പറയുകയോ ഇവരെ തള്ളിപ്പറയാൻ പോവുക അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പോകുന്നവനല്ല ജോർജ്. ജോർജിനെ തള്ളിപ്പറയുന്ന ആളെ ജോർജും ചിലപ്പോൾ തള്ളിപ്പറഞ്ഞെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് പേർക്കായിട്ട് ഈ പ്രശ്നം വിട്ടുകൊടുക്കുക. നിങ്ങളെ ചൊല്ലി ഉണ്ടായ പ്രശ്നമാണ്, നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരാം, യെസ് ഫൈൻ വി വിൽ ഡു ഇറ്റ്. ആ രീതിയിലാണ് ഷോൺ ഇപ്പോൾ ചെയ്യുന്നത്. ഷോൺ പറയുന്നു, ഞാൻ ഡൽഹിയിൽ പോകുന്നുണ്ട്, ഐ വിൽ അപ്രൈസ് എവറിത്തിങ്, ഞാൻ എല്ലാ മെത്രാന്മാരെയും കാണുന്നുണ്ട്, എനിക്ക് അവരുമായിട്ട് വഴക്കൊന്നുമില്ല, അവർക്ക് എന്താണ് FCRA ചൊല്ലി ഈ പ്രശ്നം എന്നുള്ളത് അവർ പറയട്ടെ. അതേസമയം ഈ മറ്റേ മാർക്കൂറിലോ ഇനി വോട്ടുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഗോൺ കേസാണ്, നട്ട് കേസ്. ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ ഏതോ തട്ടിപ്പുകാരന് കൊടുത്തു. കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണ്. കള്ളപ്പണം ഉള്ളതുകൊണ്ടാണല്ലോ ഈ 15 കൊടുത്തത്. അത് ED പിടിക്കും, ആ കേസിൽ നിന്ന് ഞാൻ ഊരിത്തരാം, 15 ലക്ഷം രൂപ ഇന്ന അക്കൗണ്ടിലിടുമെന്ന് പറഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് റിയലൈസ് ചെയ്ത് മൊത്തം ഇത് തട്ടിപ്പാണല്ലോ. അപ്പോൾ കള്ളപ്പണം കയ്യിലുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ FCRA പേടിക്കാതിരിക്കുമോ? അപ്പോൾ ജനാധിപത്യം ജനാധിപത്യം മരിച്ചു. അതായത് ആവറേജ് കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ സമൂഹത്തിൽ വലിയവരാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂറിലോസ് വോസിഫറസ് ആണ്. അദ്ദേഹം സംസാരിച്ചാൽ മൈക്കും കൊണ്ട് ചെല്ലാൻ ആളുണ്ട്, അതുകൊണ്ട് അങ്ങേർക്ക് എന്തും വിളിച്ചു പറയാം. ഇതൊന്നും ക്രിസ്ത്യാനികളുടെ അഭിപ്രായമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ നിലവാരം ആ 15 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും. ആ മനുഷ്യൻ ജനാധിപത്യത്തെപ്പറ്റി തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ ഗീർവാണം അടിക്കുക, അത് ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുക, അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുക, ഇങ്ങനത്തെ ഒരു അധപ്പതനം. ഇതൊക്കെ ഫേക്കാണ്. റിയൽ സമുദായം വേറെയാണ്. ആ സമുദായവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഷോൺ ജോർജിനും സാധിക്കും. അത് അവർ ചെയ്യാനായിട്ട് അവരെ വിടുന്നതാണ് നല്ലത്.